ഇന്ന് നമ്മൾ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഇഫ്താർ സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം അതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 150 to 200 ഗ്രാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ്. ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇടണം കേട്ടോ, കാരണം സോയ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഒരുപാട് വേണ്ട. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും കുരുമുളക് പൊടിയും സോയ സോസൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാനും കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഡ്രൈ ഫ്രൈ അല്ല ചെയ്യുന്നത്, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിൽ ചൂടാവുന്ന സമയത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, പിന്നെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ചിക്കൻ 2 ഭാഗം ഫ്രൈ ആയി കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് ഇത് കാണുമ്പോൾ ഒരുപാട് കളറില്ലാത്ത പോലെ തോന്നും, കുക്കായിട്ടുണ്ടോ എന്ന് തോന്നും. ശരിക്കും കുക്കായിട്ടുണ്ടാവും, കാരണം നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഈ കളറുള്ളത്. ഇതിന് പതുക്കെ ഒന്ന് ചൂടാറുമ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിട്ട് എടുത്ത് വെക്കണം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. വേറെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതിയാകും. വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കണം. സവാള ചേർക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഭാഗം അതിൽ നിന്ന് മാറ്റി വെക്കാം, ലാസ്റ്റ് കുറച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇടാന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല റെഡിയാക്കി കഴിയുമ്പം കുറച്ച് ഉള്ളി പച്ചയ്ക്ക് ഇടുന്ന സമയത്ത്, പച്ചയ്ക്കെല്ലാം ഇത്തിരി ഒന്ന് വഴറ്റിയെടുക്കും, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ എടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, എന്നാലും ഒന്നങ്ങ് വഴന്നു വരട്ടെ. അത്യാവശ്യം ഉള്ളി ഒന്നങ്ങ് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. നമ്മൾ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1 ടീസ്പൂൺ സോയ സോസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ചെറുതായി പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് പിച്ചെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കുക. ചിക്കനോട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് അങ്ങ് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് സവാള മുറിച്ചിൽ നിന്നും ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചോട് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒരുപാട് വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതുകൂടെ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, ആ ഉള്ളിയുടെ ചെറുതായിട്ടൊന്ന് കടിക്കണം, കാരണം ക്യാപ്സിക്കം ഉള്ളി ഒരുപാട് വഴന്ന് പോകണ്ട കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഉള്ളി ഒരുപാട് കടിക്കുന്ന ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഒന്നും വഴറ്റിയെടുത്താലും മതിയാകും. ലാസ്റ്റായിട്ട് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്ന മസാല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 രീതിയിലാണ് നമ്മളിവിടെ ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ബ്രെഡിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൊടിഞ്ഞു പോകുന്ന സൈസ് ബ്രെഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ റോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അങ്ങ് ഉരുട്ടി കൊടുത്താൽ മതിയാകും. ഒരു 2 മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 മുട്ട എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിലുള്ള ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇതിലേക്ക് മാത്രമല്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഈ ഒരു മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഇത്തിരി സ്പൂണിലാക്കിയിട്ട് 4 സൈഡിലും കുറച്ചാക്കിയിട്ട് അങ്ങ്
റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന മസാലയിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മസാല വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബ്രെഡ് നമ്മൾ നേരെ ഒന്നങ്ങ് മടക്കി കൊടുത്താൽ മതി. മുട്ട ജസ്റ്റ് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളൂ. അങ്ങനെ സൈഡ് ഒന്നങ്ങ് വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളൂ. അങ്ങനെ സൈഡ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതോടെ റെഡിയാക്കി എടുക്കാം. പിന്നെ ബ്രെഡ് എടുക്കുന്ന സമയത്തിന് ഇൻ കേസ് ഇത്തിരിയൊക്കെ പൊടിഞ്ഞ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് മുട്ടയിലും പാലിലൊക്കെ മുക്കിയിട്ടാണ് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. എന്നാലും കൂടുതൽ പൊടിയാത്ത ടൈപ്പ് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ 5 പീസ് ബ്രെഡും ഇതുപോലെ തന്നെ കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുട്ടയുണ്ടല്ലോ, അതിലേക്ക് ഈ സമയത്ത് കുറച്ച് പാൽ കൂടെ ചേർക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മുട്ടയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 പീസ് ബ്രെഡിനുള്ളതല്ല കേട്ടോ. നമ്മുടെ മസാല വെച്ചിട്ട് രണ്ടാമത്തെ രീതിയിൽ ചെയ്യാനും കൂടിയുള്ള പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ബ്രെഡ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള മുട്ട പാലിൻ്റെ മിക്സിൽ ഒന്നങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോളൂ. ഒരുപാട് കുക്കാവാനൊന്നുമില്ല. ആ മുട്ടയും പാലും ഒന്നങ്ങ് റെഡിയായി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ. ഇപ്പോൾ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ പീസ് ബ്രെഡും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് ചില ബ്രെഡിനൊക്കെ ചെറിയൊരു ഫിനിഷിങ് പ്രശ്നം തോന്നുന്നുണ്ട്, ഷേപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നുമല്ല, ചെറുതായിട്ട് വേണമെങ്കിൽ മാത്രം കേട്ടോ, ഭംഗിക്ക് വേണമെങ്കിൽ മാത്രം. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ രീതിയിലുള്ള ചിക്കൻ റോള്. ഇനി നമ്മൾ രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ദോശ റെഡിയാക്കിയിട്ടാണ് ചിക്കൻ റോൾ റെഡിയാക്കുന്നത്. ദോശ എന്ന് പറയുമ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു ദോശയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു യെല്ലോയിഷ് കളറോട് കൂടിയിട്ടുള്ള ദോശ മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിക്കൻ റോൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ്, തേങ്ങാപ്പാലല്ല. പിന്നെ തിളപ്പിച്ചിട്ടുള്ള പാലൊന്നല്ല. അപ്പോൾ പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്നങ്ങ് കറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. നമുക്ക് മുട്ടയുടെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 3/4 കപ്പ് പൊടി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിലും 1 മുട്ട മതിയാവും. 1 കപ്പിൽ കൂടുതൽ പൊടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മുട്ടയിലും കൂടുതൽ അളവ് എടുക്കുക. മുട്ടയുടെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മുട്ട കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കട്ടി കൂടുതലായിരിക്കും നമ്മുടെ മാവിന്. ദോശ ചൂടാൻ ഒരു ഇത്തിരി കൂടെ ലൂസ് വേണം. അപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ നല്ല നൈസായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഈ ദോശ അടച്ചു വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ. ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കറക്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റണം. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങും നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു ദോശ പാനിൽ നിന്ന് മാറ്റുന്ന ആ സമയത്ത് അടുത്ത ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് തന്നെ ഫില്ലിങ് റെഡിയാക്കിയത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കവർ ചെയ്തെടുക്കണം. ഈ ഒരു റോൾ റെഡിയാക്കുന്ന സമയത്ത് ദോശ ചുടുന്നതും നമ്മൾ ഇതിൽ ഫില്ലിങ് റെഡിയാക്കി കവർ ചെയ്യുന്നതും ഒരേ സമയത്തായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ദോശ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും.
ദോശയുടെ നടുഭാഗത്തായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡിൽ വെച്ചതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും, വലിയ ദോശ ആയതുകൊണ്ട് തന്നെ. ഇനി ഇത് 4 സൈഡ് ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ 2 ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് അടുത്ത 2 ഭാഗം സെൻറ്റർ ഭാഗത്തേക്കായിട്ട് മടക്കി വെച്ചാൽ മതി. വേറെ നമ്മൾ എക്സ്ട്രാ മൈദ അല്ലെങ്കിൽ മുട്ടയൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും ഈ ഒരു റെസിപ്പിക്ക് വരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് കമിഴ്ത്തി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും എല്ലാം തന്നെ റെഡിയാക്കി എടുക്കണം. ആദ്യം നമ്മൾ ദോശനെ ഒരു ബോക്സ് പോലെ മടക്കിയെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിത്തെ ഈ ദോശ നമ്മൾ ചിക്കൻ റോളാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നീളത്തിൽ മസാല വെച്ച് കൊടുക്കാം, ഫില്ലിങ്. ഇനി ഇതുപോലെ സൈഡ് അങ്ങോട്ട് മടക്കി 2 സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മൈദ ദോശയൊക്കെ ചുട്ടിട്ട് ചിക്കൻ റോൾ റെഡിയാക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. ഗോതമ്പ് ദോശ എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതുപോലെ സുഖമായിട്ട് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചൂടോട് കൂടി തന്നെ റോൾ ചെയ്യണം, ആ ഒരു കാര്യം മറക്കരുത് കേട്ടോ. എല്ലാ ദോശയും റെഡിയാക്കിയിട്ട് മസാല വെക്കരുത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് 2 ബോക്സായിട്ട് 2 റോളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ബ്രെഡ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ മുട്ട പാലിൻ്റെ മിക്സ് തന്നെയാണ് കേട്ടോ ഇത്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഞാൻ ഇത്തിരി ഒറിഗാനോ കൂടെ ചേർത്തിട്ടുണ്ട് എക്സ്ട്രാ. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഈ ഒറിഗാനോ ചേർക്കുന്നത് നമ്മൾ ആദ്യം ബ്രെഡ് ചെയ്ത സമയത്ത് വേണമെങ്കിൽ ആ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പാൻ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ ബോക്സ് എടുത്തിട്ട് ഈ മുട്ട പാൽ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക. അത് പൊട്ടിപ്പോണ പ്രശ്നം അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ മൈദ വെച്ച് ഒട്ടിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്നങ്ങ് കവർ ചെയ്തെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടയിൽ ഇങ്ങനെ മുക്കി അല്ലെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യണ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ദോശയിൽ റെഡിയാക്കി എടുത്തല്ലോ മസാല നിറച്ചിട്ട്, അതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. മുട്ട പാലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റോളും മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു റോള് നമ്മൾ പാനിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗം കറക്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ ചിക്കൻ റോൾസും റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് 5 ബ്രെഡ് റോളും അതുപോലെ തന്നെ 5 ദോശ വെച്ചിട്ടുള്ള ചിക്കൻ റോളുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. എപ്പോഴും നമ്മളിത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇൻ കേസ് കുറച്ച് ചൂടാറിയിട്ടുണ്ടെങ്കിലും ഒന്നങ്ങ് ചൂടാക്കിയതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ. ക്യാപ്സിക്കം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ മസാല തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഗോതമ്പ് ദോശയിൽ ചെയ്യുമ്പോൾ ഗോതമ്പ് ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഡൗട്ട് വേണ്ട, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. മൈദ ദോശ വെച്ച് ചെയ്യുന്ന അതേ ടേസ്റ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്